ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ട് തന്നെ കുറേ നാളുകളായെന്ന് തോന്നുന്നു. ഈ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, ഹീറോയ്ക്കും ഹീറോയിനും ഹൈസ്കൂൾ കാലഘട്ടം മുതലേ അറിയാമായിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ആദ്യമേ അവനെ കണ്ടത് മുതൽ അവൾ രഹസ്യമായി അവനെ പ്രണയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ വിവരം ഒരിക്കലും അവനോട് തുറന്നു പറഞ്ഞില്ല. ഹീറോയോടുള്ള അവളുടെ പ്രണയം സക്സസ് ആയോ ഇല്ലയോ എന്നാണ് നമ്മളുടെ സ്റ്റോറി. തീർച്ചയായും ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കയറി ഫോളോ ആക്കണേ. സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹിയറിംഗ് എയ്ഡ് ധരിച്ചിട്ടുണ്ട്. ശ്രവണ സഹായം ഉണ്ടെങ്കിലേ അവൾക്ക് ചെവി കേൾക്കൂ. അയ്യയ്യോ, സമയം ഒരുപാടായി, ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പെട്ടെന്നിറങ്ങി പുറത്തേക്ക് പോകുന്നു. ചെറിയ പ്രായം മുതലേ അവൾക്ക് ഫ്ലവേഴ്സ് വളരെ ഇഷ്ടമായിരുന്നു. അവിടെ നിന്ന് അവൾ പറിച്ചു വെച്ച ഫ്ലവേഴ്സും എടുത്തുകൊണ്ടാണ് അവൾ ക്ലാസ് മുറിയിൽ നിന്ന് അവളുടെ സഹോദരിയെ കാണാനായി പോകുന്നത്. സ്റ്റെപ്പിലൂടെ ഹീറോയിൻ വേഗത്തിൽ തന്നെയാണ് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. ഇതേസമയം തന്നെ നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ടിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് വേഗത്തിൽ പടിക്കെട്ടിറങ്ങി വരികയായിരുന്നു. രണ്ടുപേരും വേഗത്തിൽ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ ഹീറോയും ഹീറോയിനും പരസ്പരം നോക്കുന്നു. കുറച്ചുനേരം അവരങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത് അവരിരുവരും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു. അവരിരുവരും കൂട്ടിയിടിച്ചപ്പോൾ ഹീറോയിന്റെ ശ്രവണ സഹായി താഴേക്ക് വീണിരുന്നു. ശ്രവണ സഹായി നിലത്ത് കിടക്കുന്ന കണ്ടിട്ട് ആ യുവാവ് അതെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ സഹായം ഇല്ലാതെ അവൾക്ക് ഒട്ടും ചെവി കേൾക്കാൻ സാധിക്കില്ല എന്ന് അവൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, എന്റെ പേര് ഫൂ എന്നാണ്, ഞാൻ 11th ഗ്രേഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അവൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് തന്നെ വന്ന് കാണണമെന്ന് അവൻ പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അന്തം വിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോ ഇത്ര സുന്ദരനാണെന്ന് തന്നെ അവളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കണ്ണെടുക്കാതെ അവനെ നോക്കുന്നു. എടാ ഇങ്ങോട്ട് വാ, സമയം ഒരുപാടായി എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ സുഹൃത്താവട്ടെ അവനെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് പടിക്കെട്ടിറങ്ങി താഴേക്ക് പോകുന്നു. അയ്യോ, അവന്റെ പേര് ചോദിക്കാൻ മറന്നുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവർ പോകുന്ന നോക്കി ഹീറോയിൻ അവിടെ നിൽക്കുന്നു. അവന്റെ ചിരിയാർന്ന മുഖം അവളുടെ മനസ്സിൽ പതിയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവനെ ആ കാഴ്ചയിൽ തന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അവന്റെ പേര് പറഞ്ഞിട്ട് പോലും അവൾക്ക് കേൾക്കാൻ സാധിച്ചില്ല. പക്ഷെ അവളാവട്ടെ മുകളിൽ നിന്ന് അവനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എങ്ങനെയും അവനോടൊന്ന് സംസാരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ 24 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അവളിപ്പോൾ സ്വന്തമായ ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുകയാണ്. ഹീറോയിനാണെങ്കിൽ ഇതുവരെ അവനെ കണ്ടിട്ട് അവനോടൊരു വാക്ക് പോലും സംസാരിക്കാനുള്ള ധൈര്യം തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും, ഒരു സീക്രട്ട് ക്രഷ് എന്ന് പറയുന്ന പോലെ അവനും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ അങ്ങ് പോയി. ഇപ്പോൾ ഫാമിലിയിലുള്ളവരാവട്ടെ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞു ബ്ലൈൻഡ് ഡേറ്റിന് പോകുമെന്നും പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ കണ്ടുമുട്ടിയതിനു ശേഷം പിന്നീട് തനിക്ക് ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് ഹീറോയിൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് തന്നെ അവളുടെ അമ്മ അവളെ വിളിച്ചിട്ട് അവൾക്ക് വേണ്ടി ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഏർപ്പാടാക്കി എന്ന് പറയുന്നു. എന്നാൽ തനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നും, പോവില്ല എന്ന് തന്നെ അവൾ തറപ്പിച്ച് പറയുമ്പോൾ, നീ ഇപ്പോഴും ആ സ്കൂൾ ടൈമിൽ കണ്ട ആ ക്രഷ് തോന്നിയ പയ്യനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അവനാണെങ്കിൽ എപ്പോഴേ UK പോയി. അവൻ എപ്പോൾ മടങ്ങി വരുമെന്നോ അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള വിവരമൊന്നും നിനക്കറിയില്ലല്ലോ. ദയവ് ചെയ്ത് നീ മൂവ് ഓൺ ചെയ്യുന്നു തന്നെ അവളുടെ അമ്മ പറയുന്നു. എന്നാൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു പിന്നീട് നടക്കുന്നത്. അവളുടെ ഫ്ലവർ ഷോപ്പിലേക്ക് ബൊക്കെ വാങ്ങാനായി ഹീറോ കയറി വരുന്നു. 27 വൈറ്റ് റോസ് ഉള്ള ഒരു ബൊക്കെ വേണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നു. ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവൾ അമ്പരപ്പോടെ അവനെ നോക്കുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എങ്ങനെയായിരുന്നോ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ്. അവന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് അവള് അതിശയത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. ഇത്രയും നാൾ അവൻ എന്ത് ചെയ്യുകയായിരുന്നു, എവിടെയാണെന്നൊന്നും അറിയാത്ത ഹീറോയിനെ ഇപ്പോൾ അവനെ കണ്ടാൽ എങ്ങനെയിരിക്കും? അവൾക്ക് വായിൽ നിന്ന് വാക്കുകൾ പോലും പുറത്തോട്ട് വന്നില്ല. എന്നിരുന്നാലും അവൾ വൺ സൈഡായിട്ടാണല്ലോ അവനെ പ്രണയിച്ചുകൊണ്ടിരുന്നത്. ഈ വിവരം അവനെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ കണ്ട ആവശ്യമൊന്നും പ്രകടിപ്പിക്കാനും സാധിക്കില്ല. അവൾ അങ്ങനെ മിണ്ടാറെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബൊക്കെ തയ്യാറാക്കി നൽകാൻ പറ്റുമോ എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ശരിയാക്കി നൽകാമെന്ന് അവൾ പറയുന്നു. അവളങ്ങനെ ബൊക്കെ റെഡിയാക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ഹീറോയുടെ നേർക്കായിരുന്നു. അവനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിക്കുകയും അതോടൊപ്പം തന്നെ വിഷമത്തോടെ ഇരിക്കുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. ഇനി അവന് ലവ് ഫെയിലിയർ വല്ലതും ആയതുകൊണ്ടാണോ അവനിങ്ങനെ ഇരിക്കുന്നത്, അതോ അവന്റെ ലവറിന് വേണ്ടിയിട്ടായിരിക്കുമോ ഈ ബൊക്കെ എന്നൊക്കെയുള്ള സംശയം അവളുടെ മനസ്സിലൂടെ കടന്നു പൊക്കോണ്ടേയിരുന്നു. അവൻ പറഞ്ഞ ബൊക്കെ റെഡിയാക്കിയതിനോടൊപ്പം തന്നെ അവൾ അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ 100ാമത്തെ കസ്റ്റമറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു ബൊക്കെയും കൂടി അവന് സമ്മാനമായി നൽകുന്നു. അതുമാത്രമല്ല അവൻ പോവാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വേണ്ടി അവളൊരു കൊടയും നൽകുന്നു. എന്നാൽ ഹീറോയ്ക്കാണെങ്കിൽ അവളെ കണ്ട ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അവളെ ഓർമ്മയില്ലെന്നും തീർത്തും അറിയില്ല എന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. അത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഹീറോയിന്റെ അമ്മ അവളെ ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റിന് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവര് റെഡിയാക്കിയ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നു. ശരിക്കും ആ യുവാവ് ഒരു അഹങ്കാരിയായിരുന്നു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ തന്നെ വിവാഹം ചെയ്യാൻ ഓക്കെയാണ്. ശരി, നീ എന്തോ പഠിച്ചിട്ടുണ്ടെന്ന് അവളടുത്ത് ചോദിക്കുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, വേണ്ട, കുഴപ്പമില്ല, എന്തായാലും ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചല്ലോ, പിന്നെ അതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ആക്ച്വലി നീ ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുന്നുണ്ടെന്ന് കേട്ടല്ലോ, അതൊന്നും വിവാഹത്തിന് ശേഷം നടക്കില്ല. അതൊക്കെ അടച്ചു പൂട്ടിയേ മതിയാവൂ.
എന്നെയും നമുക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നോക്കി നീ അങ്ങ് ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ നിനക്ക് ചെവി കേൾക്കില്ലല്ലോ. പിന്നെന്തിനാ നീ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നത്? വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. പിന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. നിന്റെ അമ്മ എന്നോട് കെഞ്ചി പറഞ്ഞതുകൊണ്ടാണ് ഇതിനെ സമ്മതിച്ചേ എന്നും കൂടി അവൻ കൂട്ടിച്ചേർക്കുന്നു. സോറി, നിങ്ങളെപ്പോലൊരു മടിയനെ വിവാഹം കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ രണ്ടുപേർക്കും വേണ്ടി ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഏർപ്പാടാക്കിയാൽ ഇത് കേട്ടപ്പോൾ അവനാണെങ്കിൽ വല്ലാത്ത നാണക്കേട് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ആ യുവാവ് ആവട്ടെ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞിട്ട് നീ എവിടേക്കാ പോകുന്നത്? മര്യാദയ്ക്ക് എൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്ന അവളോട് പറയുന്നു. എന്ത്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാനോ? എനിക്ക് ചെറിയൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് നീ അതിനെക്കുറിച്ച് മോശമായി പറഞ്ഞില്ലേ? നിന്നെ പോലെ ഒരുത്തനോട് ഒരിക്കലും ക്ഷമ പറയാൻ പോകുന്നില്ല എന്ന് ഹീറോയിൻ വീറോട് പറയുന്നു. അതോടൊപ്പം തന്നെ അവളുടെ കൈ അവൻ വിടിക്കാത്തത് കൊണ്ട് തന്നെ അവളെ കൈ പിടിച്ചു വാങ്ങി അവന്റെ കരണത്തൊരടിയും കൊടുക്കുന്നു. ഒരു പെണ്ണായ നിനക്ക് ഇത്ര അഹങ്കാരവും ചോദിച്ചുകൊണ്ട് അവനവിടെ അവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കാൻ പോകുന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ ഹീറോ അവിടെ എത്തി അവന്റെ കൈ തടുക്കുന്നു. നീ ആള് കൊള്ളാലോ, ബ്ലൈൻഡ് ഡേറ്റിനെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോയിനെ കുറിച്ച് അയാൾ മോശമായി സംസാരിക്കുന്നു. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും പോരാ അത് തടുക്കാൻ വന്നവരെ ചേർത്ത് മോശമായി പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഹീറോ. ഇപ്പോൾ തന്നെ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്നും പറയുന്നു. ശരി ശരി, ഇതെല്ലാം ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് ആ യുവാവ് വേഗം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഷോപ്പിന്റെ അടുത്തൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ കൂടെ വരാനായി വിളിക്കുന്നുണ്ട്. അവൾ അമ്പരപ്പോടെ തന്നെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. എങ്ങനെ നിന്നെ മറക്കാൻ സാധിക്കും? നീ നൽകിയ ഫ്ലവേഴ്സ് വളരെ നല്ലതായിരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഫ്ലവർ ഷോപ്പിന്റെ ഓണർ ആണെന്നുള്ള വിവരമേ അവൻ ഓർമ്മയുള്ളൂ. അല്ലാതെ ഒരു സ്കൂളിലാണ് പഠിച്ചെന്നുള്ള ഓർമ്മയൊന്നും അവനില്ലല്ലോ എന്ന് ഓർത്ത് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഊരാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോ ആ സീറ്റ് ബെൽറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്റെ റെയിൻകോട്ട് ഉപയോഗിച്ചോളാനും അവൻ അവളെടുത്ത് പറയുന്നു. ഇത് തന്നെയാണ് നല്ല അവസരം. എങ്ങനെയും അവന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ കൈക്കലാക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അവനോട് ഫോൺ നമ്പർ ചോദിക്കുന്നു. അവനാണെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുമുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ അവളുടെ ഇഷ്ടം കൺഫസ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതി ഹീറോയുടെ പിന്നാലെ തന്നെ അത് കൊടുക്കാനായി പോകുന്നുണ്ട്. ഇതേസമയം ഹീറോ ആവട്ടെ അവന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. ഹീറോയുടെ സുഹൃത്ത് അവനോട് പറയുന്നുണ്ട്, എന്റെ ക്ലാസ്സിലെ ഒരു പയ്യനാണെങ്കിൽ നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ഹീറോ തിരക്കുന്നുണ്ട്. നിന്റെ ക്ലാസ്സിന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലുള്ള പെൺകുട്ടി, അവളുടെ പേര് ഷെന്നെന്ന് മറ്റോ ആണ്. ഇത് കേട്ടപ്പോൾ ഹീറോ കുറച്ചുനേരം സൈലന്റ് ആവുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല എന്നും അവൻ പറയുന്നു. ഇത് കേട്ടയുടനെ തന്നെ അവളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. കാരണം അവളായിരുന്നു ഷെന്ന്. അവളാണ് ഹീറോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും അവളുടെ പിന്നാലെ നടക്കുന്നതും. എന്നിട്ടിപ്പോൾ അവൻ അവളെ അറിയില്ല പോലും. ഇതവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നീട് പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീണ്ടും അവനെ പിന്നാലെ പോകുന്നത് മൂലം തന്നെ താനൊരു വിഡ്ഢിയായി മാറുമോ. അവള് ധൃതിയിൽ തന്നെ ഫോൺ എടുത്ത് ഹീറോ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇനിയും ഇങ്ങനെ അവന്റെ മെസ്സേജിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവള് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്ത് മെസ്സേജ് അയക്കുമെന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അവൾക്ക്. എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണോ, അതോ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കണോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവസാനം അവള് ഈ കോട്ട് ഞാൻ നിങ്ങൾക്ക് എപ്പോൾ മടക്കി തരണമെന്നാണ് മെസ്സേജായി ടൈപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് ആരോ ഒരാള് അവളുടെ കൈ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, അവളുടെ അച്ഛനായിരുന്നു. ഹീറോയിന്റെ അച്ഛനൊരു കള്ളുകുടിയനും അതുപോലെ തന്നെ എപ്പോഴും ഈ ചൂതാടി നടക്കുന്ന ഒരാളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ നഷ്ടപ്പെടുകയും തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അതുമൂലം തന്നെ അവളുടെ അമ്മ അയാളെ ഉപേക്ഷിക്കുകയും ഒറ്റയ്ക്ക് താമസിക്കുകയുമാണ്. ഇപ്പോൾ ഹീറോയിന്റെ കയ്യിൽ നിന്ന് കാശൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ തന്റെ പക്കല് പണമൊന്നും ഇല്ല എന്ന് അയാളെ അറിയിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും? നീ തന്നെ പഠിത്തം പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് ജോലി ചെയ്യുകയല്ലേ, അപ്പോൾ നിന്റെ കയ്യിൽ പണം കാണാതിരിക്കുമെന്ന് ചോദിച്ച് അയാൾ അവളെ ടോർച്ചർ ചെയ്യുന്നു. പണം അവൾ നൽകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നുണ്ട്. ഭയന്നവൾ ഒരിടത്തേക്ക് കൂനിക്കൂടിയിരിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവളുടെ അച്ഛൻ ഒരുപാട് മദ്യപിച്ച് വീട്ടിലെത്തിയ സമയത്ത് മദ്യപിച്ച് അയാളുടെ അടുത്തേക്ക് ചെറിയ കുട്ടിയായിരുന്ന ഹീറോയിൻ സൂപ്പ് എടുത്തോണ്ട് പോകുന്നുണ്ട്. അമ്മയാണെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കാതെ ഉറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് അയാളുടെ വായിലേക്ക് അവള് സൂപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദേഷ്യം വന്ന അവളുടെ അച്ഛനാവട്ടെ അവളുടെ ചെവിക്കലിനടിക്കുകയും അങ്ങനെ അവളുടെ ചെവിയിൽ നിന്ന് രക്തം വന്നതിന് ശേഷം അവൾക്ക് കേൾവിശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതുവരെയും ബെറ്ററായ ഒരു ട്രീറ്റ്മെന്റ് പോലും അവൾക്ക് എടുക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും ചെറുപ്പത്തിലെ പോലെ തന്നെ അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നുവന്ന് അവൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. യാദൃശികമായി ഹീറോ അവിടേക്ക് വരുന്നു. അവൾക്കവൻ സംരക്ഷണ വലയം തീർക്കുന്നുമുണ്ട്. അവളുടെ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ ആരാടാ നീ എന്ന് ചോദിച്ച ഹീറോയെ കുറിച്ചും അവളെ ചേർത്ത് മോശമായി സംസാരിക്കുന്നു. നിങ്ങൾ അവളുടെ അച്ഛനൊക്കെ ആയിരിക്കാം, പക്ഷേ ഇനിയും അവളെ ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നതിന് ഹീറോ അയാളുടെ അടുത്ത് പറയുന്നു. നീ എപ്പോഴും അവൾക്ക് കാവലിരിക്കാനൊന്നും സാധിക്കില്ലല്ലോ, ഞാൻ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോ അവളെ രക്ഷിച്ചിട്ടും അവളുടെ മുഖത്ത് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അവളുടെ കുടുംബ പശ്ചാത്തലം
ഇത്രയും മോശമാണെന്ന് അവൻ മനസ്സിലാക്കിയല്ലോ എന്നോർത്തിട്ട് അവൾ ഫീൽ ചെയ്ത് അവിടെ തന്നെ ഇരിക്കുന്നു. അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിച്ചതുകൊണ്ട് തന്നെ ഹിയറിംഗ് എടുത്ത് താഴെ നിലത്തേക്ക് വീണിരുന്നു. ഹീറോ അവിടെ അതെടുത്ത് അവളുടെ ചെവിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോഴാണ് നമുക്കെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോ കുറച്ചു മുമ്പ് തന്നെ അവളെ നോക്കിക്കൊണ്ട് ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവനിങ്ങനെ വന്നു നിൽക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അവൻ ഇതിനു മുമ്പ് തന്നെ അവളുമായി പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നിട്ട് പോലും ഇരുവരും ഇത്രയും കാലവും തുറന്നു പറയാതിരിക്കുകയായിരുന്നു. ഇത്രയും നേരം മാറി നിന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടു നിന്ന് അവനാവട്ടെ അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായി അവളുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അത്രയും നേരം ഭയന്നും വിഷമിച്ചു വരുന്ന ഹീറോയിന് എന്ത് തോന്നിയെന്നറിയില്ല. പെട്ടെന്ന് തന്നെ അവൾ അവനെ ചേർത്ത് പിടിച്ചിരുന്ന് കരയുന്നു. അവളിങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അവന് സന്തോഷം തോന്നേണ്ടതാണെങ്കിലും അവന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുകയും അവന് വല്ലാത്ത സങ്കടവും തോന്നുന്നു. അവളെ സമാധാനപ്പെടുത്തിയതിനു ശേഷം ഹീറോ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവന്റെ തലവെട്ടം കണ്ടയുടനെ തന്നെ മുത്തശ്ശി ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും നാളുകൾക്ക് ശേഷം നീ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഒരു തുണയും ഇല്ലാതെ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ദയവ് ചെയ്ത് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശി വേണം. അതിന് നീ വിവാഹം ചെയ്തേ മതിയാവൂ. നിനക്ക് ഇഷ്ടപ്പെട്ട തരത്തിലൊരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അതിന് ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ കണ്ടാൽ ആർക്കും ഒരു അസൂയ തോന്നണം. ആരോടും വഴക്കിനൊന്നും പോകാതെ സൗമ്യമായി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അവളെ ചുറ്റി പൂക്കളുടെ സ്മെല്ലും ഉണ്ടായിരിക്കണം. അവളുടെ അടുത്തും പൂക്കളുടെ സ്മെല്ലുണ്ടായിരിക്കണമെന്ന് ഹീറോയിനെ ആലോചിച്ചുകൊണ്ട് ഹീറോ പറയുന്നു. ഇതൊക്കെ മുത്തശ്ശി ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസം യാദൃശ്ചികമായി ഹീറോയിന്റെ ഫ്ലവർ ഷോപ്പിലേക്ക് മുത്തശ്ശി പോകുന്നു. അവളെ കണ്ട മാത്രയിൽ തന്നെ തന്റെ കൊച്ചുമകൻ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ അവളിൽ ഉണ്ടെന്നവർക്ക് മനസ്സിലാവുന്നു. മോളെ, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, വിവാഹം കഴിഞ്ഞാണോ എന്നൊക്കെ അവർ അവളടുത്ത് തിരക്കുന്നു. ഇല്ല എന്ന് ഹീറോയിൻ മറുപടിയും പറയുന്നു. അത് പിന്നെ ഞാൻ എന്റെ ചെറുമകന് വേണ്ടി ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. നീ വന്ന് എന്റെ ചെറുമകനെ ഒന്ന് കണ്ട് സംസാരിക്കാമോ എന്ന് അവളടുത്ത് അവര് ചോദിക്കുന്നുണ്ട്. അയ്യോ, എനിക്കിപ്പോൾ ബ്ലൈൻഡ് ഡേറ്റിന് പോകാനോ വിവാഹം കഴിക്കാനോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഇപ്പോൾ മാരേജിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് അവള് പറയുന്നുണ്ട്. അപ്പോൾ നീ എപ്പോഴെങ്കിലും ബ്ലൈൻഡ് ഡേറ്റിനെ കുറിച്ചോ വിവാഹത്തിനെ കുറിച്ചോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ മുഖം വേണം മനസ്സിൽ വിചാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് പ്രോമിസും വാങ്ങിയിട്ടാണ് അവർ പോകുന്നത്. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിനെ കാണാനായി ഹീറോ അവളുടെ ഫ്ലവർ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവന് ഉള്ളിലേക്ക് കയറുമ്പോൾ അവനെ കണ്ട ഹീറോയിൻ ഷോക്ക് ആവുന്നുണ്ട്. ഇത്രയും നാളുകൾക്ക് ശേഷം കഴിഞ്ഞാണല്ലോ അവനെ കാണുന്നതെന്നോർത്തിട്ടാണ് ഹീറോയിൻ ഷോക്കായത്. അപ്പോഴാണ് ഹീറോ അവളടുത്ത് പറയുന്നത്, ഞാൻ എന്റെ കോട്ട് വാങ്ങാനായിട്ട് വന്നതാണെന്ന്. അവൻ വെറുതെ അങ്ങനെ പറഞ്ഞതാണ്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ വന്നത്. ശരി, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ തന്നെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് പോകുന്ന സമയം കൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ, നീ ആരാണ്, എന്തിനാ ഇവിടെ വന്നത്, ഹീറോയിന്റെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയാണോ എന്നൊക്കെ ഒരു നോട്ട് പോലെ എഴുതി അവനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് ഹീറോ തിരിച്ചും എഴുതി കാണിക്കുന്നു. നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി എഴുതി അവനെ കാണിക്കുമ്പോൾ ഇപ്പോഴേയും അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയും അവളെ എഴുതി കാണിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് രണ്ട് പെൺകുട്ടികൾ ഫ്ലവേഴ്സ് വാങ്ങാൻ വരുന്നുണ്ട്. അവരാണെങ്കിൽ ഹീറോ എത്ര സുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തന്നെ സൈറ്റ് അടിച്ചുകൊണ്ട് നോക്കുന്നു. ഒരു പെൺകുട്ടിയാണെങ്കിൽ മറ്റേ പെൺകുട്ടിയെടുത്ത് ഞാൻ തീർച്ചയായും അവന്റെ നമ്പർ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങളുടെ നമ്പർ ഒന്ന് തരാൻ സാധിക്കുമോ, നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് അവന്റെ അടുത്ത് പറയുമ്പോൾ, അയ്യോ എനിക്കതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഹീറോയിനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയിന്റെ കയ്യിൽ നിന്ന് കോട്ട് വാങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സൗകര്യം വല്ലതും ഉണ്ടോ എന്ന് ഹീറോ അവളടുത്ത് തിരക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവനെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സെറ്റിംഗ്സും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു വിഷയം മനസ്സിലാവുന്നത്. ഹീറോ ആദ്യമായി അവളുടെ കയ്യിൽ നിന്ന് ബൊക്കെ മേടിക്കാൻ വന്നിരുന്നല്ലോ, അന്ന് അവളെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ അവിടെ വന്നത്. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അവളെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെ അവളോട് പെരുമാറണമെന്നൊക്കെ അവൻ സങ്കല്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവള് ബൊക്കെ തരുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് കിസ് ചെയ്യണമെന്നൊക്കെയാണ് അവൻ സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കണ്ണുകൾ അടച്ച ഇതൊക്കെ സങ്കല്പിച്ചിരുന്ന് അവൻ മയങ്ങി പോവുകയും ആ കാഴ്ചകളൊക്കെ കണ്ട് അവൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവനെന്താ ഉറങ്ങിപ്പോയോ, കുറെ നേരമായല്ലോ ഉറക്കത്തിൽ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോയപ്പോൾ അവൻ എത്ര ഹാൻസം ആണെന്ന് അവൾക്ക് തോന്നുന്നു. പതിയെ പതിയെ അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങുന്നു. പെട്ടെന്ന് അവൻ കണ്ണുകൾ തുറക്കുന്നുണ്ട്. അത് പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായി, അത് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നയാണെന്ന് അവള് പറയുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ അവളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു, അവനെ മറക്കണം, കാരണം ഞാൻ ആരാണെന്ന് പോലും അവൻ അറിയില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ, ഒരു പയ്യനെ മറക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പയ്യനെ കൊണ്ടേ സാധിക്കൂ, അതിന് നീ മറ്റൊരാളെ വിവാഹം കഴിക്കുകയോ പ്രണയിക്കുകയോ വേണമെന്ന് ആ പെൺകുട്ടി അവളോട് പറയുന്നു. അതേ നേരത്തിൽ തന്നെ ഹീറോയുടെ മുത്തശ്ശി ബൊക്കെ മേടിക്കാനായി വീണ്ടും അവളുടെ ഫ്ലവർ ഷോപ്പിലേക്ക് വരുന്നു. ഇതേ സമയം ഹീറോയിനും ആലോചിക്കുന്നുണ്ട്, ഇവരുടെ കൊച്ചുമകനും ഒരു ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളി അന്വേഷണം നടക്കുകയാണല്ലോ. അങ്ങനെ ഹീറോയിൻ അവരുടെ ചെറുമകനെ കാണാമെന്ന് സമ്മതിക്കുന്നു. മുത്തശ്ശിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. നാളെ തന്നെ കോഫി ഷോപ്പിൽ വെച്ച് അവനെ മീറ്റ് ചെയ്യാമെന്നും പറയുന്നു.
നിങ്ങളുടെ കൊച്ചുമകന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൻ തന്നെ നിന്നോട് വന്ന് സംസാരിക്കുന്നതായിരിക്കുമെന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. ഉടനടി തന്നെ മുത്തശ്ശി ഹീറോയെ വിളിച്ചിട്ട്, നീ പറഞ്ഞ കണക്കിന് ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നാളെ തന്നെ ആ പെൺകുട്ടിയുമായി ഒരു ബ്ലൈൻഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അവളെ പോയി കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എന്റെ പൊന്നു മുത്തശ്ശി, ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് എന്നെ എങ്ങനെ ടോർച്ചർ ചെയ്യാതെ, അന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. നീ ഇനി വേറെ ഒന്നും പറയണ്ട, ആ പെൺകുട്ടി എത്ര സുന്ദരിയാണെന്ന് നിനക്കറിയാമോ? നീ ഈ വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ തീർച്ചയായും അവളെ കണ്ടു കാണും. ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുകയാണ്, അത്രയ്ക്ക് സുന്ദരിയാടാ, നീ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും അവളിലുണ്ട്. ഇത് കേട്ട ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ആ ഫ്ലവർ ഷോപ്പിന്റെ പേരെന്താണെന്ന് അവരോട് അവൻ തിരക്കുന്നു. ഇപ്പോൾ ആ ഷോപ്പിന്റെ പേരറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? നിനക്ക് ആ പെൺകുട്ടി കാണാൻ സാധിക്കത്തില്ലെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? ഈ പെൺകുട്ടി വളരെ സുന്ദരിയാണ്, അവളെ അങ്ങനെ വിട്ടുകളയാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കസിൻ ബ്രദറിന് വേണ്ടി ആ പെൺകുട്ടി ആലോചിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കേട്ട ഹീറോ വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. വേണ്ട വേണ്ട മുത്തശ്ശി, ഞാൻ തന്നെ പോയി ആ പെൺകുട്ടിയെ കണ്ടോളാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. മോളെ, നാളെ തന്നെ എന്റെ ചെറുമകൻ നിന്നെ കാണാനായി വരുന്നതായിരിക്കും, നീ അവനെ ഒന്ന് കണ്ടു നോക്ക്, തീർച്ചയായും നിനക്ക് അവനെ ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങൾ വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. കോഫി ഷോപ്പിലിരിക്കുമ്പോൾ ഹീറോയുടെ മനസ്സാകെ നെർവസ് ആയിരുന്നു. അവൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കണം, എന്ത് പറയണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഹീറോയിനും അകത്തേക്ക് വരുന്നുണ്ട്. എങ്ങനെ അവരുടെ ചെറുമകനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് അവളും അവിടെ ഇവിടെയൊക്കെ നടക്കുകയായിരുന്നു. ഞാനാണ് അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയെന്ന് മനസ്സിലാവാതെ അവൾ വേറെ എവിടേക്ക് പോവുകയാണെന്ന് നോക്കിക്കൊണ്ട് തന്നെ ഹീറോ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിനെ മറ്റൊരാൾ വിളിക്കുന്നുണ്ട്. അത് ഹീറോയിന്റെ സീനിയർ ആയിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ആ യുവാവ് അവളോട് തിരക്കുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? അവൾ എന്നെ കാണാനല്ലേ ഇവിടെ വന്നേന്ന മട്ടി തന്നെ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവരിരുവരും സംസാരിക്കുന്ന കേട്ടപ്പോൾ യാദർശികമായി അവർ മീറ്റ് ചെയ്തയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ ആ യുവാവ് ഹീറോയിന്റെ കയ്യിൽ പിടിച്ചിട്ട്, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിന്നെ കാണുന്നത്, വാ കോഫിയൊക്കെ കുടിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. ഹീറോ ആണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ആ യുവാവിന്റെ കൈകളിൽ ഇറുക്കി പിടിക്കുന്നുണ്ട്. ഇവര് മൂന്നുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചതെങ്കിലും ഹീറോയിൻ ജൂനിയർ ആയിരുന്നു അവരെയൊക്കെ കാട്ടിൽ. ഹീറോയ്ക്ക് പയ്യനെ എത്ര ഓർമ്മയില്ലായിരുന്നു, ഹൈസ്കൂളിൽ കൂടെ പഠിച്ചതല്ലേ. ഹീറോയിന് അവനെ നല്ലപോലെ അറിയാമായിരുന്നു, കാരണം അവരിരുവരും കോളേജിലും ഒരുമിച്ച് പഠിച്ചവരാണ്. ഹീറോ എടുത്ത് ആ യുവാവ് ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയെ നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെ ജൂനിയർ ആയിട്ട് പഠിച്ചതാണെന്ന്. ഹീറോ ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവളെ അറിയുന്ന ഭാവം പോലും നടിക്കാതെ സൈലന്റ് ആയി നിന്നു. ഷെന്നാണെങ്കിൽ ഹീറോ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന മട്ടിൽ അവനെ അമ്പരപ്പോടെ നോക്കുന്നു. ആ യുവാവാണെങ്കിൽ ഒരു ഡോക്ടറാണ്. ഇതേ സമയം തന്നെ അവനൊരു എമർജൻസി കേസ് ഉണ്ടെന്നും പറഞ്ഞ് കോള് വരുന്നു. തനിക്കൊരു എമർജൻസി ഉണ്ട്, പോയേ മതിയാവൂ, തന്നോട് ക്ഷമിക്കണം, നിങ്ങളിരുവരും കോഫിയൊക്കെ കുടിച്ചിട്ട് എവിടെ നിന്ന് പോകാവൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മടങ്ങുന്നു. തന്റെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയെ കണ്ടെത്തണമല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയിനും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ അവളുടെ കയ്യിൽ പിടിച്ച് തടയുന്നു. ഞാനാണ് നിനക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന ബ്ലൈൻഡ് ഡേറ്റ് പേഴ്സൺ, എന്റെ മുത്തശ്ശിയാണ് നിന്നോട് സംസാരിച്ചിരിക്കുന്നതെന്ന് അപ്പോഴാണ് ഹീറോ അവളുടെ അടുത്ത് പറയുന്നത്. ഹീറോയിൻ വളരെ ഷോക്കായി തന്നെ, ഇവനാണോ തന്റെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളി, ആ മുത്തശ്ശിയുടെ ചെറുമകൻ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു. അവളുടെ മുഖത്ത് അമ്പരപ്പ് കണ്ടിട്ട്, നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ എന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു. എനിക്ക് ഭയമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി, അതുമാത്രമല്ല നിങ്ങൾ വളരെ ഹാൻസം ആണ്, എനിക്ക് ഹാൻസം ആയിട്ടുള്ള പയ്യന്മാരെ അലർജിയാണെന്ന് പറഞ്ഞ് അവള് കണ്ണു വരെ അടയ്ക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ പോലും സാധിച്ചിരുന്നില്ല. റിയലി സോറി, ഹാൻസം ആയിരിക്കുന്നത് എന്റെ തെറ്റ് തന്നെയാണെന്ന് അവൻ അവളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അവരിരുവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവനെ കുറിച്ച് പറയുന്നു, ഞാൻ അച്ഛന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ്, ഓൾറെഡി എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ബിസിനസ്സും ഉണ്ട്, അച്ഛനും അമ്മയും എബ്രോഡിലാണ്, മുത്തശ്ശി മാത്രമേ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളൂ, നിനക്ക് യാതൊരു പ്രശ്നവും വരില്ല, നന്നായി തന്നെ ഞാൻ നോക്കിക്കോളാമെന്ന് ഹീറോ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നാൽ ഹീറോയിനാവട്ടെ മുത്തശ്ശി അവനെ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാനായി നിങ്ങളുടെ ഫാമിലി പ്രഷർ ചെലുത്തുന്നോണ്ടാണോ ഇപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് അവൾ അവനോട് തുറന്നു ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സമ്മതമാണെന്ന് പറയുന്നേ എന്നും അവൻ പറയുന്നു. ഹീറോയിനാണെങ്കിൽ ഷോക്കിന്റെ മേലെ ഷോക്കായിരുന്നു. നീ സത്യം തന്നെയാണോ ഈ പറയുന്നത്, സീരിയസ് ആയിട്ട് തന്നെയാണോ ഈ വിവാഹകാര്യം എടുത്തിരിക്കുന്നതെന്നൊക്കെ അവൾ അവനോട് ചോദിക്കുന്നു. അതെ, ഞാൻ സീരിയസ് തന്നെയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ സ്കൂൾ ടൈമില് ഗിത്താറൊക്കെ വായിക്കുമായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ അവന് ഫാൻസ് ആയിട്ടും അവന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾ മാറി നിന്ന് നോക്കുമായിരുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ല. പിന്നീട് പ്രസന്റിലേക്ക് വരുന്നുണ്ട്. നീ 100% സീരിയസ് ആയിട്ട് തന്നെയാണോ ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചിരിക്കുന്നത്, അതോ ഫാമിലി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാന്ന് വിചാരിച്ച് എന്നെ ഫിക്സ് ചെയ്തതാണോ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലാന്ന് ഹീറോ പറയുമ്പോൾ തന്നെ, എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് മാരേജ് ചെയ്യാന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ ആണ് ഷോക്കായത്. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ, ഇപ്പോൾ തന്നെ നമുക്ക് മാരേജ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ കയ്യിൽ പിടിച്ച് അവൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവനാണെങ്കിൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു. ഇവളിത് കാര്യമായിട്ട് പറയുന്നതാണോ അതോ എന്നെ കളിയാക്കുകയാണോ എന്ന് വരെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. പിന്നീട് അവരിരുവരും സിവിൽ ബ്യൂറോയിലേക്ക് പോയി വിവാഹ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നു. പിന്നീട് ഷെന്നാവട്ടെ ഹീറോയും കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അമ്മയെ കാണണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നു. കാണാമെന്നും അതുപോലെ അവളുടെ ഫ്ലവർ ഷോപ്പിന്റെ
ബാക്ക് സൈഡിൽ അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ നിനക്ക് ഷോപ്പിൽ പോകാനൊക്കെ എളുപ്പമാവുമല്ലോ എന്ന് ഹീറോ പറയുന്നു. ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കണമെന്നാണോ പറയുന്നതെന്ന് ഹീറോയിൻ ചെറിയ അമ്പരപ്പോട് അവനോട് ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ നമ്മുടെ മാരേജ് കഴിഞ്ഞില്ലേ, ഇനി ഒരുമിച്ചല്ലേ താമസിക്കണ്ടേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് അവള് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ എല്ലാം ഇത്ര ഈസി ആയിട്ട് നടന്നല്ലോ എന്നോർത്ത് വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. ഇതിന് സ്വപ്നം എങ്ങാണോ ആണോ? ഇനി സ്വപ്നമാണെങ്കിൽ തന്നെ ഈ സ്വപ്നത്തിൽ നിന്ന് ഒരിക്കലും താൻ ഉണരാൻ പാടില്ല. ഇത് കണ്ടിന്യൂ ആയി പോകണമെന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. പിറ്റേ ദിവസം ഹീറോയുടെ മുത്തശ്ശിയും ഹീറോയിന്റെ അമ്മയും അവരിരുവരും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. ഷെന്നിന്റെ അച്ഛൻ വല്ലാത്ത കുടിയും അതുപോലെ ചൂതാട്ടം നടത്തുന്ന ഒരു വ്യക്തിയുമായിരുന്നല്ലോ. അതുകൊണ്ട് അവളുടെ അമ്മ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് തന്നെ അവർക്ക് ഭർത്താവിനെ ഉൾപ്പെടെ എല്ലാ ആണുങ്ങളോടും ഒരുതരം വെറുപ്പായിരുന്നു. ഹീറോയെ വിശ്വസിച്ചപ്പോൾ അവരുടെ മകളെ ഏൽപ്പിക്കാൻ പോലും അവർക്ക് വല്ലാത്ത ഭയവും മടിയും തോന്നിയിരുന്നു. പക്ഷെ മുത്തശ്ശി ഷെന്നിന്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, എന്റെ ചെറുമകൻ നല്ലവനാണ്. അഥവാ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഞാൻ നോക്കിക്കോളാം. അവൾ ഈ വീട്ടിലെ മരുമകളാണ്, അവൾക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വാക്കു കൊടുക്കുന്നു. അതേ നേരം ഫൂ ആവട്ടെ അവന്റെ പേരിലുള്ള സ്വത്തുവകകളുടെ എല്ലാം നേർപകുതി ഹീറോയിന്റെ പേർക്ക് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവളുടെ അമ്മയെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് ഹീറോയുടെ പേരിൽ ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ടായത്. ഇവൻ ഇതൊക്കെ ഇപ്പോൾ ചെയ്തു എന്ന മട്ടിൽ തന്നെ ഹീറോയിൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഹീറോയോടൊപ്പം ഒരു റൂം ഷെയർ ചെയ്യുന്നതിലൊക്കെ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൾ എത്രമാത്രം ഫീൽ ചെയ്യുന്നു എന്നോർത്തിട്ട് അവനാവട്ടെ, നിനക്ക് ഓക്കെ ആവുന്നോടം വരെ നമുക്ക് സെപ്പറേറ്റ് റൂമുകൾ സ്റ്റേ ചെയ്യാമെന്ന്. ഇത് കേട്ടപ്പോൾ ഹീറോയിന് വല്ലാത്ത അതിശയം തോന്നുന്നുണ്ട്. താൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അവൻ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നോർത്തിട്ട് ഇതേ ദിവസം ഹീറോയിനോടൊപ്പം ഫ്ലവർ ഷോപ്പിലേക്ക് അവൻ പോവുകയും അവളുടെ നായക്കുട്ടിയെ കൊഞ്ചിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം അവനെ വായി നോക്കുന്നത് ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ കുശുമ്പും ദേഷ്യവും തോന്നിയ ഹീറോയിൻ ആവട്ടെ ബാക്കിലെ മുറിയിലേക്ക് ഹീറോയെ കൊണ്ടുപോകുന്നു. ഇവിടെ വന്ന് പുറത്തേക്ക് വന്നാൽ ഞാൻ എങ്ങനെ നിന്നോട് പെരുമാറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ വിരട്ടുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ പിടിച്ചവളുടെ മടിയിലേക്ക് ഇരുത്തുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും നിനക്ക് എന്നോട് ഓപ്പണായി പറയാം, ശരിക്കും നിനക്ക് കുശുമ്പല്ലേ എന്ന് അവൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ സൈലന്റ് ആയി ഇരിക്കുന്നു. ഹീറോ ആവട്ടെ സംസാരിച്ച് അവളെ മയക്കുന്നുണ്ട്. അത്രയുള്ളായിരുന്നു ഹീറോയിൻ. ഇവനാണെങ്കിൽ ചിരിച്ച് എന്നെ ഒന്ന് ദേഷ്യപ്പെടാൻ പോലും സമ്മതിക്കില്ലല്ലോ എന്നവള് മനസ്സിൽ വിചാരിക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിനെ അവളുടെ അമ്മ ഏർപ്പാടാക്കിയ ഒരു ബ്ലൈൻഡ് ഡേറ്റ് പേഴ്സണെ കാണാനായി അവള് പോയിരുന്നല്ലോ. അയാളും അയാളുടെ പുതിയ ഗേൾഫ്രണ്ടും കൂടി അവളുടെ ഷോപ്പിലേക്ക് വരുന്നു. ഓ എടി നീ ആയിരുന്നു, നിനക്ക് ചെവി കേൾക്കില്ലല്ലോ, ചെവിയിൽ മെഷീൻ വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ കളിയാക്കുന്നു. അവള് സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. നിന്നെ ആരും വിവാഹം ചെയ്യാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ എന്നെ പോലെ തന്നെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടി ഗേൾഫ്രണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവൻ ഓവറായിട്ട് തന്നെ ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നു. ഉടനെ ഹീറോയിൻ, എന്നോട് നീ ഇങ്ങനെയൊന്നും പറയാൻ വരണ്ട, എന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞു എന്നവള് പറയുന്നു. വിവാഹം കഴിഞ്ഞെന്നോ? ചുമ്മാ കള്ളം പറയാതെ, നിന്റെ കയ്യിൽ റിങ്ങും ഇല്ല, നിന്റെ അടുത്ത് ബോയ് ഫ്രണ്ടും ഇല്ല, നിന്റെ ഭർത്താവും ഇല്ല, ചുമ്മാ ഓരോരോ കള്ളങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന് പറയുമ്പോൾ ഹീറോയിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴിവിടെ തൂത്തിട്ടതേ ഉള്ളൂ, വീണ്ടും ഇവിടേക്ക് എങ്ങനെ ചവറ് വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവള് ചൂലെടുത്ത് തുടയ്ക്കാൻ തുടങ്ങുന്നു. അത്രയുള്ളായിരുന്നു കാര്യം. അവരിരുവരും പിന്നോട്ട് മാറുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പോവുകയും ചെയ്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ജോലിയുള്ളതല്ലേ, എന്താ വന്നേ എന്ന് അവള് തിരക്കുമ്പോൾ, കുറച്ചു നാളുകളായി നിനക്കൊരു സാധനം ഞാൻ വാങ്ങി വെച്ചിട്ട് അത് തരാനുള്ള ടൈം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ മോതിരത്തിന്റെ ബോക്സ് തീർന്ന് അവളുടെ മുൻപിലേക്ക് മുട്ടുകുത്തിയിരിക്കുന്നു. മാരേജ് കഴിഞ്ഞിട്ടും അവൾക്ക് ഇതുവരെ റിംഗ് ഒന്നും ധരിപ്പിച്ചില്ലല്ലോ എന്നും അവൻ പറയുന്നുണ്ട്. ഇവൻ ഇവിടെ അടുത്ത് വല്ലതും ഉണ്ടായിരുന്നു എന്ന ഞെട്ടിൽ തന്നെ അവൾ അവനെ നോക്കുന്നു. ഇപ്പോഴല്ലേ മോതിരം ഇല്ലാത്തതിന്റെ പേരിൽ അയാളെ കളിയാക്കിയിട്ട് പോയേ, അതിന് പിന്നാലെ തന്നെ ഇവൻ വന്നല്ലോ എന്ന് അവൾ വിചാരിക്കുന്നു. അവൾ എല്ലാ കാര്യത്തിലും വളരെ ഫാസ്റ്റ് ആണല്ലോ, അങ്ങനെയാണല്ലോ അവരുടെ വിവാഹം ഇത്ര പെട്ടെന്ന് നടന്നത്. പെട്ടെന്ന് തന്നെ മോതിരം ധരിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവള് അവനെ നേർക്ക് കൈകൾ നീട്ടിക്കൊടുക്കുന്നു. ഹീറോ അവനും കൂടി ചേർത്തുള്ള റിങ്ങും കൂടി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ പരസ്പരം രണ്ടുപേരും വിരലുകളിൽ മോതിരം ധരിപ്പിക്കുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഹീറോയിന്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. ഇന്ന് എനിക്ക് എന്തായാലും അവളുടെ മാരേജ് കഴിഞ്ഞ സ്ഥിതിക്ക് ട്രീറ്റ് വേണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും അവൾക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് ഹീറോയിൻ വാക്കും കൊടുക്കുന്നു. ഇന്ന് നൈറ്റ് ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് മദ്യപിച്ചാണ് ഹീറോയിൻ വീട്ടിലേക്ക് എത്തുന്നത്. അവളാണെങ്കിൽ അവളുടെ മുറിക്ക് പകരം ഹീറോയുടെ മുറിയിലേക്കാണ് എത്തുന്നത്. എന്നാൽ ഹീറോ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയ്യോ ഇതെന്താ 6 പാക്കോ 8 പാക്കോ, ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തൊട്ടു നോക്കിക്കോട്ടെ എന്ന് കെഞ്ചിക്കൊണ്ട് അവൾ അവനോട് ചോദിക്കുന്നു. എന്നാൽ ഹീറോ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കിസ് ചെയ്യുന്നു. മദ്യപിച്ച് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും ഹീറോയിന് ഓർമ്മയുമില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഹീറോയിനാവട്ടെ താൻ ഇന്നലെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, എങ്ങനെയാണ് ഈ മുറിയിലെത്തിയത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ അവളെ കിസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നു.
എങ്ങനെയും അവന്റെ കണ്ണിൽ പെടാതെ അവിടെ നിന്ന് പോകാൻ ഹീറോയിൻ തുടങ്ങുന്നുണ്ടെങ്കിലും നീ ഇതവിടെ പോവുക ഇത്ര രാവിലെ? കഴിഞ്ഞ ദിവസം ചെയ്തു കുട്ടിയനൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ പോവുകയാണോ എന്നും അവൻ ചോദിക്കുന്നു. ഞാൻ എന്തിനാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? മദ്യപിച്ച് വന്ന് എന്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുത്തത് നീയാണ് എന്നെ കിസ് ചെയ്തത്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നും അവൾ വ്യക്തമാക്കുന്നു. നീ ഇത് ഫോഴ്സ് ചെയ്തതാണ്, ഇത് വളരെ ക്രൈം ആണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ അവൾ ഓരോന്ന് അവനോട് ചോദിക്കുന്നു. ആരാ പറഞ്ഞത് ഇതൊക്കെ ക്രൈം ആണെന്ന്? നീയാണ് എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചതും എന്റെ ശരീരത്തിൽ തൊടാൻ ഇൻട്രസ്റ്റ് കാണിച്ചതും എന്നൊക്കെ പറഞ്ഞ് ഹീറോ അവളെ കളിയാക്കുന്നു. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇന്നലെ സീനിയർ എക്സ് എന്ന് പറയുന്ന കേട്ടല്ലോ, ആരാ അതെന്ന് അവൻ അവളെടുത്ത് ചോദിക്കുന്നു. എന്ത് സീനിയർ എക്സോ എന്ന് അമ്പരപ്പോടെ തന്നെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഹീറോയാണ് അവള് സീനിയർ എക്സ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മയെടുത്ത് സംസാരിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഒന്ന് ഓർത്തെടുക്കുന്നത്. അവൾ അവന്റെ അടുത്ത് നീയും സീനിയർ എക്സിനെ പോലെ തന്നെ വളരെ സുന്ദരനാണല്ലോ, അറിയാമോ എന്നൊക്കെ അവനോട് ചോദിച്ചിരുന്നു. വളരെ ദേഷ്യത്തോടെ തന്നെ ആരാണതെന്ന് അവളോട് തിരക്കുമ്പോൾ അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല, അത് വളരെ സീക്രട്ട് ആണെന്ന് അവൾ പറയുന്നു. ഇപ്പോഴും അവൾ അതുപോലെ തന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്താണെന്നറിയില്ല, വല്ലാതെ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. എന്നാലും ഹീറോയ്ക്ക് മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. തന്നെക്കാട്ടിലും വലുതായി അവൾ ആരെയായിരിക്കും മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്ന് ഓർത്തിട്ട് അവൻ വല്ലാതെ ദേഷ്യം തോന്നുന്നു. പിന്നീട് ഹീറോയിനാവട്ടെ ഹീറോയിന്റെ മുത്തശ്ശനെയും കാണാനായിട്ട് ഹീറോയിൻ കൂട്ടിക്കൊണ്ട് അവർക്ക് ഗിഫ്റ്റുമായി പോകുന്നുണ്ട്. വേറൊന്നും കൊണ്ടായിരുന്നില്ല, തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് ജീവിതം നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ അവരിരുവരും ജീവിതം മടുത്തുപോയിരുന്നു. അവരിരുവരും വിവാഹം കഴിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനപ്പെടുത്തണമെന്ന് കരുതിക്കൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അവളുടെ ഫ്രണ്ടാണെന്നാണ് അവരിരുവരും കരുതിയിരുന്നത്. നന്നായി തന്നെ ഹീറോയോട് പെരുമാറുന്നുമുണ്ട്. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുറെ യുവാക്കളുടെ ഫോട്ടോ എടുത്തു വെച്ചതിന് ശേഷം ഇതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള പയ്യന്മാരാണ്, ഇവരിൽ ആരെങ്കിലും നിനക്ക് ഇഷ്ടമായോ? ഹീറോയിന് വേണ്ടി വിവാഹം ആലോചിക്കാനാണെന്നും പറയുന്നു. അവന്റെ ഒപ്പീനിയൻ എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ ഹീറോ വല്ലാതെ പതറിപ്പോകുന്നുണ്ട്. അവൻ ഉടനടി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളിരുവരും 2 വർഷമായി പ്രണയത്തിലാണ്, വന്നപ്പോൾ തന്നെ നിങ്ങളോട് ഈ വിവരം പറയേണ്ടതായിരുന്നു, പക്ഷേ മറച്ചു വെച്ചു, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ദയവ് ചെയ്ത് ഞങ്ങളെ ഇരുവരെയും പിരിക്കരുത്, അവളെ എന്നോടൊപ്പം തുടരാൻ അനുവദിക്കണം എന്ന് ഹീറോ പറയുന്ന കേട്ടപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് മുത്തശ്ശിയുടെ അടുത്തു നിന്നുണ്ടായത്. പൂവിനെ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായി, തീർച്ചയായും നീ തന്നെ ഇത് പറഞ്ഞത് കാര്യമായി, നിങ്ങൾക്ക് 2 പേർക്കും ഉടനടി വിവാഹം നടത്തി വെക്കാമെന്നും അവർ പറയുന്നു. എന്നാൽ ഹീറോയും അതുപോലെ ഹീറോയിനും കൂടി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അവരോട് പിന്നീട് പറയുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ ആവട്ടെ എനിക്കൊരു ഡൗട്ടുണ്ട്, നീ എന്നെയാണോ സീനിയർ എക്സിനെയാണോ പ്രണയിക്കുന്നേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട് അവളോട്. നിനക്കെന്താ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീയല്ലേ എന്റെ ഹസ്ബൻഡ്, തീർച്ചയായും ഞാൻ നിന്നെയാണ് പ്രണയിക്കുന്നേ എന്ന് പറയുന്നു. ഉടനടി തന്നെ ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിന്റെ അച്ഛനാവട്ടെ അവളുടെ ഷോപ്പിലേക്ക് എത്തി ഞാൻ ഒരുപാട് കടം വാങ്ങിച്ചു എന്നും അവരിപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ദയവ് ചെയ്ത് തനിക്ക് പണം തരൂ എന്ന് പറഞ്ഞ് അവളോട് അപേക്ഷിക്കുന്നുണ്ട്. തന്റെ പക്കൽ 1 രൂപ പോലും ഇല്ല, ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ഹീറോയിനെ അയാളെ വിരട്ടി വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ കിടക്കുന്ന മോതിരം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഡയമണ്ട് അല്ലേ? ഇത് ഡയമണ്ട് തന്നെയാണ്, ഇത് വിറ്റ് ഞാൻ എന്റെ കടം തീർത്തോളാം എന്ന് പറയുന്നു. ബലപ്രയോഗത്തിലൂടെ അയാൾ അവളുടെ കയ്യിൽ കിടന്ന മോതിരം ഊരാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോയിന് വളരെയധികം ദേഷ്യം തോന്നുകയും അയാളെ പിടിച്ച് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി എന്റെ അടുത്തേക്ക് വരരുത്, വന്നാൽ ഞാൻ നിങ്ങളെ അടിക്കുമെന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ചൂല് കാണിച്ച് അയാളെ വിരട്ടുന്നുണ്ട്. അവളുടെ ഈ പ്രവൃത്തിയിൽ അയാൾക്ക് ഖേദം തോന്നുകയും അവിടെ നിന്ന് അയാൾ പോവുകയും ചെയ്യുന്നു. വീട്ടിൽ വന്ന് അവളുടെ അച്ഛന്റെയും അവളുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ച് നോക്കി ഹീറോയിൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആണെങ്കിൽ അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്നു. ഇതേസമയം തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് തന്റെ പക്കൽ പണമുണ്ട്, പക്ഷെ 1 രൂപ പോലും തന്റെ അച്ഛന് താൻ കൊടുക്കില്ല, തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ അച്ഛന് യാതൊരു അർഹതയുമില്ല, അച്ഛൻ 1 രൂപ പോലും എനിക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല, അതൊന്നും ഓർത്ത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല, പക്ഷേ എന്നെ അദ്ദേഹം ഒരിക്കലും ഒരു മകളായി ട്രീറ്റ് ചെയ്തിരുന്നില്ല, കോളേജിലും സ്കൂളിലും ഒക്കെ എന്നെ എത്രത്തോളം മാനം കെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോയിൻ ഒരുപാട് കരയുന്നു. പിന്നീട് ഹീറോയിൻ ആ ആൽബം അവിടെ വെച്ചിട്ടാണ് കുളിക്കാനായി പോകുന്നത്. ഹീറോ ആണെങ്കിൽ അവളുടെ ഫോട്ടോസൊക്കെ ആ സമയം കൊണ്ട് എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് ആൽബം തട്ടിപ്പറിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവള് പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു ലെറ്റർ താഴേക്ക് വീഴുകയും ഹീറോ അത് എടുത്ത് നോക്കുകയും ചെയ്യുന്നു. അത് വേറെ ഒന്നും അല്ലായിരുന്നു, അന്ന് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് അവളുടെ ഇഷ്ടം കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു ലെറ്റർ എഴുതി ഹീറോയ്ക്ക് കൊടുക്കാൻ തയ്യാറായതായിരുന്നല്ലോ, ആ ലെറ്റർ ആയിരുന്നു അത്. അതിലും അവള് സീനിയർ എക്സ് എന്ന് തന്നെയായിരുന്നു എഴുതിയിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഇടപെടുന്നത് ശരിയല്ല, ഈ ലെറ്റർ വായിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് ആ ലെറ്റർ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഹീറോ പോകുന്നുണ്ടെങ്കിലും ഞാൻ അത്ര നല്ല കുടുംബത്തിലുള്ളതൊന്നുമല്ല, ഇതെനിക്ക് വായിച്ചേ മതിയാവൂ, അവൻ ആരാണെന്ന് അറിയണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോ അവിടെ ആ ലെറ്റർ തുറന്ന് വായിച്ചു നോക്കുന്നു. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അവളുടെ ഭർത്താവായിട്ട് പോലും ഒരിക്കൽ പോലും തന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഹീറോയ്ക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ അവൻ ആ ലെറ്റർ വായിക്കുകയും ചെയ്യുന്നു. ഞാൻ നമ്മുടെ സ്കൂൾ ടൈമിൽ നിങ്ങളെ കണ്ട മാത്രം മുതലേ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന്റെ പേര് ചൊല്ലി എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ അത്രയുള്ളായിരുന്നു ഹീറോയുടെ വിഷമമൊക്കെ. പിന്നീട് അവന് ചിരിയും സന്തോഷവും അടക്കാൻ സാധിച്ചില്ല. ആ ലെറ്റർ പോലും നേരെ ചൊവ്വേ അവന്റെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല.
ഇത്രയും നാള് ഞാൻ മാത്രമാണ് അവളെ ലവ് ചെയ്തോണ്ടിരുന്നതെന്നാണ് കരുതിയത്. പക്ഷെ അവൾ എന്നെയും പ്രണയിച്ചിരുന്നു. അവളുടെ സീനിയർ എക്സ് ഞാൻ തന്നെയാണെന്ന് സന്തോഷത്തോടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ലെറ്റർ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ കിടക്കുന്നു. പിന്നീട് ഹീറോയിന്റെ ഫ്ലവർ ഷോപ്പിലേക്ക് ചെന്നപ്പോൾ അവളുടെ അച്ഛൻ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായി ഹീറോ കാണുന്നു. ഇനിയും അവളെ ശല്യം ചെയ്യാനായി വരരുത്, എന്തിനാ അവളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, ഇനി അവളെ വിഷമിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എന്ന് ഹീറോ പറയുമ്പോൾ, നീയാണോ അവളെ വിവാഹം ചെയ്തേന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ്. നീ അവളെ നല്ലവണ്ണം സംരക്ഷിക്കണം, ഇനിയൊരിക്കലും അവളെ കാണാനായി താൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. അച്ഛനെ കണ്ട വിവരമൊന്നും ഹീറോയിന്റെ അടുത്ത് ഹീറോ പറയുന്നില്ല. ഷെന്നാണെങ്കിൽ അവനോട് ഇതുവരെയും എന്റെ അച്ഛനമ്മമാരെ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, തന്റെ അമ്മയ്ക്ക് മാനസികമായി ചില പ്രശ്നങ്ങളും ഡിപ്രഷനും ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് അബ്രോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിന് അവരിരുവരെയും കാണാമെന്നും ഹീറോ പറയുന്നു. അതിന് ഹീറോയിൻ ഓക്കെയും പറയുന്നു. താനാണല്ലോ സീനിയർ എക്സ് എന്ന് ഓർത്തിട്ട് ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ മുൻപിൽ സന്തോഷം അടക്കി പിടിക്കാൻ സാധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹീറോയിന്റെ അമ്മയും ഹീറോയുടെ മുത്തച്ഛനും കൂടി അവരിരുവരെയും കാണാനായി അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. അവരിരുവർക്കും വേണ്ടി ഹീറോയിനും വളരെ ഹാപ്പിയായി റൊമാൻറ്റിക്കായി തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്യായിരുന്നു. ഹീറോ ആണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കായി അവളോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ തന്നെയായിരുന്നു മുത്തശ്ശിയുടെ ഫോൺ റിങ് ആയത്. അയ്യോ, തീർന്ന്, നമ്മളായിട്ട് തന്നെ ഒരു റൊമാൻറ്റിക് സീൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തിട്ട് ഇരുവരും ബാഗിലൊക്കെ ഫോൺ തിരയുന്നുണ്ട്. എന്നാൽ പൂവിനും ഹീറോയിനും അവരിരുവരും എല്ലാം കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ വല്ലാതെ നാണക്കേട് തോന്നുന്നു. അങ്ങനെ മുത്തശ്ശിയും ഹീറോയിന്റെ അമ്മയും കൂടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ മോമോസ് വായി വെച്ച് കടിക്കാൻ പോലും പറ്റുന്നില്ല. ആഹാരം പാകം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുകയല്ലായിരുന്നോ, പിന്നെ എങ്ങനെ ഇങ്ങനെ ആവാതിരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയിന്റെ അമ്മ അവളുടെ അടുത്തൊരു വിഷയം പറയുന്നുണ്ട്. വേറൊന്നും ആയിരുന്നില്ല, അന്ന് ഹീറോയിനെ കാണാൻ വന്നപ്പോൾ അവളെ ഇനി ഒരിക്കലും കാണാൻ വരില്ലെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. അവളുടെ അച്ഛനാവട്ടെ ആത്മഹത്യ ചെയ്തു. ആ വിവരം പറഞ്ഞ് അവളുടെ അമ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോയിനാവട്ടെ അതിലും വല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അവസാനമായി അവളെ കാണാൻ വന്നപ്പോൾ അവൾ അവിടെ നിന്ന് തുരത്തി ഓടിച്ചല്ലോ, അതോർത്തിട്ട് ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹീറോയിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവനും അയാളെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചായിരുന്നല്ലോ, ഇപ്പോൾ അവനും ഖേദം തോന്നുന്നുണ്ട് ആ പ്രവൃത്തിയിൽ. അങ്ങനെ ഒരു 3-4 ദിവസത്തെ ബിസിനസ് ട്രിപ്പിന് ഹീറോ പോവുകയും ആ സമയത്ത് അവൾ അവളുടെ ആൽബം എടുത്ത് നോക്കുകയും ചെയ്യുന്നു. ലെറ്റർ മിസ്സിംഗ് ആണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ അതിലെല്ലാവരും തിരയുന്നുണ്ട്, പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. ഹീറോ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ആവട്ടെ ഹീറോയുടെ പഴയ വീട്ടിലേക്ക് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ വീട്ടിലാണ് ഹീറോയുടെ അച്ഛനും അമ്മയും അവൻ്റെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. ഹീറോയിൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഹീറോ വളരെ ജോളിയായിട്ടുള്ളൊരു പയ്യനായിരുന്നു. ഒരു ദിവസം വളരെയധികം സന്തോഷത്തോടെ തന്നെ ഹീറോ അവന്റെ ചേട്ടനൊപ്പം കാറിലൊരു യാത്ര പോവുകയായിരുന്നു. അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാർ അപകടത്തിൽ പെടുകയും ആ അപകടത്തിൽ ഹീറോയുടെ മൂത്ത സഹോദരൻ മരണപ്പെടുകയും ചെയ്യുന്നു. ആ അപകടത്തിൽ ഹീറോ മാത്രം സർവൈവ് ആയി. അതുമാത്രമല്ല, മുഖ്യമായ കാര്യം എന്തെന്ന് വെച്ചാൽ അന്ന് ഹീറോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതേ വർഷം തന്നെയായിരുന്നു ഈ നാട് വിട്ട് ഹീറോ UK-യിലേക്ക് പോയതും. അന്ന് അവന് 18 വയസ്സായിരുന്നു. പിന്നീട് ഒരിക്കലും ഹീറോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുമില്ല. എല്ലാ ദിവസവും അവന്റെ കുടുംബാംഗങ്ങളെല്ലാം അവന്റെ സഹോദരന്റെ കല്ലറയുടെ മുൻപിൽ ആദരവർപ്പിക്കാൻ പോകും. ഇന്നും അതുപോലെ ഹീറോയുടെ ജന്മദിന ദിവസമായിരുന്നു. ബിസിനസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് സഹോദരന്റെ കല്ലറയിൽ ആദരവർപ്പിച്ചിട്ട് തന്നെയാണ് ഹീറോ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പക്ഷേ ഹീറോയിൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഹീറോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. കേക്കൊക്കെ വാങ്ങിച്ച് അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവൾ വീട്ടിൽ. എല്ലാ കാര്യവും അറിഞ്ഞിട്ട് പോലും അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഹീറോ അടുത്ത് അവൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിന്റെ ജന്മദിന ദിവസം തന്നെയാണ് നിന്റെ ചേട്ടൻ മരിച്ചത്. അതിനുശേഷം ഒരിക്കൽ പോലും നീ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നിന്റെ ബർത്ത്ഡേ നീ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രമേ നിന്റെ ചേട്ടനും സന്തോഷവാനായിരിക്കൂ. ഇത്രയും നാളും നിന്റെ സഹോദരന്റെ ഓർമ്മയിൽ നീ ജീവിച്ചില്ലേ, ഇനി എനിക്ക് വേണ്ടി നീ ജീവിക്കൂ എന്നവൾ പറയുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇതിനു മുമ്പ് ഗിത്താർ വായിച്ച പരിചയമൊന്നുമില്ല. അവള് തെറ്റായ രീതിയിലാണ് അവന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് നോട്ട് വായിക്കുന്നത് തന്നെ. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിയടക്കാൻ സാധിച്ചില്ല. അവസാനം ഹീറോ വന്ന് എങ്ങനെയാണ് ഗിത്താർ പ്ലേ ചെയ്യുന്നതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിനപ്പുറം തനിക്ക് ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയുടെ മുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവുകയും അന്നൊരു രാത്രി അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോയുടെ അച്ഛൻ UK-യിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്. ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവന്റെ അച്ഛൻ വന്നിരിക്കുന്നത്. എന്നാൽ അവന്റെ അമ്മ അവിടേക്ക് വന്നില്ല. ഹീറോയിന് വല്ലാതെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവന്റെ അമ്മ അവളെ കാണാൻ വരാതിരുന്നേന്ന് ഓർത്തിട്ട്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അന്ന് ഹീറോയുടെ ബർത്ത്ഡേ ദിവസം നല്ല മഴയായിരുന്നു. അമ്മ അവരോട് പുറത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞതാണ്. ഹീറോ ആണ് അവന്റെ മൂത്ത ചേട്ടനെ കമ്പലി ചെയ്ത് തനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നെ മതിയാവൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. ആ അപകടത്തിൽ മൂത്ത സഹോദരൻ മരിച്ചതിന് ശേഷം അവന്റെ അമ്മ വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. ആ ഒരു മകൻ മാത്രമേ അവർക്കുള്ളൂ എന്നും തന്റെ മകൻ മരിച്ചുപോയി എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഇത്രയും നാളും ജീവിച്ചത്. പെട്ടെന്ന് തന്നെ ഹീറോയുടെ അടുത്തേക്ക് അവന്റെ അമ്മ വന്നിരുന്നിട്ട് അവന്റെ മൂത്ത സഹോദരന്റെ പേര് അവനെ വിളിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴോ, നീ ആരാ, നീ എന്റെ മകനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചാടി പരിഭ്രാന്തിയോടെ എഴുന്നേറ്റ് മാറുന്നുണ്ട്. ഇതും കൂടെ ആയപ്പോൾ ഹീറോയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെ അച്ഛനാവട്ടെ അവരെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു.
മൂത്ത സഹോദരന്റെ മരണം അത്രത്തോളം ആ അമ്മയെ തളർത്തിയിരുന്നു. എന്നാൽ ഹീറോയിനാവട്ടെ ഹീറോയുടെ അമ്മയടുത്ത് തനിയെ പോയി സംസാരിക്കുന്നുണ്ട്. അവർ വളരെ നോർമലായി തന്നെയാണ് അവളോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും. ഹീറോയോട് മാത്രമാണ് അവർ അങ്ങനെ പെരുമാറുന്നത്. ഹീറോയും ഇതേസമയം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു. ആക്സിഡന്റ് പറ്റിയതിനു ശേഷം അവൻ കണ്ണുകൾ തുറന്നപ്പോഴാണ് അറിയുന്നത് തന്റെ സഹോദരൻ ആക്സിഡന്റ് നടന്ന അതേ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു പോയെന്നുള്ള വിവരം. വിഷമിച്ചിരിക്കുന്ന ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ വിഷമിക്കേണ്ട, ആര് നിന്റെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും. നിന്നെ വിട്ട് എവിടേക്കും പോകില്ല, നിന്നെ തനിച്ചാക്കിയും ഒരിടത്തേക്കും പോകില്ല, നിന്റെ മുമ്പിൽ മരണമടയുകയില്ല എന്നവള് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുന്നു. അതെനിക്ക് നന്നായി അറിയാം, നീ എന്നെ വിട്ട് എവിടേക്കും പോവില്ല എന്ന്. ഹൈസ്കൂൾ മുതലേ നീ എന്നെ പ്രണയിക്കുകയല്ലേ, നിന്റെ സീനിയർ എക്സ് ഞാനല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, നീ എന്തൊക്കെ ഈ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്, ഓരോരോ വിഡിത്തങ്ങൾ പറയാതെ എന്ന് അവൾ പറയുമ്പോൾ, അത് പിന്നെ നിന്റെ ആ ലെറ്റർ ഞാൻ കണ്ടിരുന്നു എന്നവൻ പറയുന്നു. നെട്ടലോട് തന്നെ ആ ലെറ്റർ മുഴുവൻ നീ വായിച്ചോ എന്നവൾ ചോദിക്കുമ്പോൾ അതെ എന്ന് ഹീറോ പറയുന്നു. അത് മുഴുവനും ഞാൻ വായിച്ചതാണെന്നും അവൻ കൂട്ടിച്ചേർത്തു. ദേഷ്യത്തോടെ തന്നെ ഹീറോയിൻ പിന്നീടൊന്നും പറയാതെ അവിടെ നിന്ന് ഷോപ്പിലേക്ക് പോകുന്നു. ആകെ നാണക്കേടായല്ലോ, ഈ വിഷയം അവ ഒരിക്കലും അറിയരുതെന്ന് കരുതിയാണെന്നൊക്കെ വിചാരിച്ച് അവൾ വല്ലാതെ ഫീൽ ചെയ്തവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ഗിത്താറിന്റെ മ്യൂസിക് കേൾക്കുന്നത്. എവിടാണെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ ആ മ്യൂസിക് കേൾക്കുന്നിടത്തേക്ക് നടക്കുന്നു. ഹീറോ ആണ് സ്കൂൾ ടൈമിൽ അവൻ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഗിത്താർ പ്ലേ ചെയ്യുന്നു. എടാ മഹാഭാബി, അന്ന് ഞാൻ നിന്റെ ഈ ചിരിയിലാണ് വീണുപോയത്, ഇപ്പോഴും നീ എന്നെ ചിരിച്ചു മയക്കാൻ നോക്കുന്നോ എന്ന് തന്നെ അവള് മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോഴാണ് ഹീറോയും അവളോട് ആ സത്യം തുറന്നു പറയുന്നത്. എനിക്കും ഹൈസ്കൂൾ കാലഘട്ടം മുതലേ നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്റെ മൂത്ത സഹോദരന്റെ മരണശേഷം ഞാൻ ഈ നാട് വിട്ടു പോയല്ലോ, പിന്നീട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാ വർഷവും മൂത്ത സഹോദരന്റെ മരണ ദിവസം കല്ലറയിൽ ആദരവർപ്പിക്കാൻ താൻ വരുമായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം നിന്നെ കാണാനായി നീ എവിടെ ഉണ്ടോ അവിടേക്ക് ഞാൻ വരുമായിരുന്നു. ഇപ്പോൾ നീ ഒരു ഫ്ലവർ ഷോപ്പ് സ്വന്തമായി നടത്തിക്കൊണ്ടു പോകുന്നു, കാര്യങ്ങളൊക്കെ വളരെ മാറിപ്പോയി എന്ന് പറഞ്ഞ് ഹീറോ വളരെ സന്തോഷപ്പെടുന്നു. സോ ഈ ഒരു ദിവസം കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ മറ്റൊരു മോതിരം കൂടി നിന്റെ കൈവിരലിലേക്ക് ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് മറ്റൊരു റിങ്ങും കൂടി ഹീറോയിന്റെ കൈവിരലിലേക്ക് ഹീറോ ധരിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് നദിയ, അൻഷ, സുചിത്ര, ലൈല, ഷഫ, വിത. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.